അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ മക്കളുടെ സ്കൂളും അതേപോലെ തന്നെ മദ്രസ പഠനം ആരംഭിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല നല്ല ബുദ്ധിയും നല്ല അഖലും നല്ല കൊടുത്ത്, പഠിക്കാനുള്ള നല്ല ഉന്മേഷം കൊടുത്ത്, നല്ല മക്കളായി തഖ്വയോടെ വളർന്ന മക്കളായി അല്ലാഹു തആല നമ്മുടെ മക്കളെ ചേർത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. പരലോകത്ത് രണ്ട് ലോകത്തും മക്കളെ കൊണ്ട് ഉപകാരം ലഭിക്കുന്ന, മക്കളെ കൊണ്ട് നന്മ ലഭിക്കുന്ന നല്ല മക്കളാക്കി അല്ലാഹു തആല നമ്മുടെ മക്കളെ തീർത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ പലസ്തീനിലുള്ള മക്കൾക്ക് അല്ലാഹു തആല സമാധാനം കൊടുത്ത് വിജയം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികള്, നമ്മുടെ മക്കൾക്ക് ദിവസേന മന്ത്രിക്കേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരുന്നത്. ഈ മന്ത്രമെങ്ങാനും നിങ്ങൾ മന്ത്രിച്ചു കഴിഞ്ഞാൽ, ദിവസവും നമ്മുടെ മക്കളുടെ തലയിൽ കൈവച്ച് മന്ത്രിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു കണ്ണേറും തട്ടുകയില്ല. ശൈത്വാന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഫിത്നയിലും നമ്മുടെ മക്കൾ പെടുകയില്ല. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ബുദ്ധി വർദ്ധിക്കാനും പഠിച്ചതൊന്നും മറക്കാതിരിക്കാനും നല്ല ബുദ്ധിശക്തി വർദ്ധിക്കാൻ, അതേപോലെ തന്നെ അനുസരണയുള്ള നല്ല അച്ചടക്കമുള്ള മക്കളായി മാറാനും ഈ ദിക്ർ, ഈ പറയാൻ പോകുന്ന ചെറിയ ഒരു സ്വലാത്തും അതേപോലെ തന്നെ ഒരു സൂറത്തും ഈ ചെറിയ ദിക്ർ കാരണമായി തീരും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി, കണ്ണേറ് തട്ടാതിരിക്കാനും ശൈത്വാന്മാരുടെ ഫിത്നയിൽ നമ്മുടെ മക്കൾ പെടാതിരിക്കാനും ഒരു മന്ത്രം. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും മന്ത്രിക്കുമായിരുന്നു. അത് മാത്രമല്ല, ഇതേ മന്ത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മന്ത്രിക്കുമായിരുന്നു. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന ദിക്ർ ദിവസവും മന്ത്രിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്കും നമ്മുടെ മക്കൾക്ക് മന്ത്രിക്കാം. അങ്ങനെ മന്ത്രിച്ച് നമ്മുടെ മക്കളെ രാവിലെ പ്രഭാത സമയത്ത് മന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നല്ല സുരക്ഷിതത്വം ഉണ്ടാകും. ഒരു കണ്ണേരിലും ശൈത്വാന്മാരുടെ ഫിത്നയിലും പെടുകയില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്കുള്ള ബുദ്ധിശക്തി വർദ്ധിച്ചു കിട്ടാൻ, അനുസരണയുള്ള മക്കളായി മാറാൻ ചെയ്യേണ്ട ഒരു കാര്യം, പ്രഭാത സമയത്ത് രാവിലെ 3 പ്രാവശ്യം അലം നശ്റഹ് ലക സദ്റക, അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതി മക്കളുടെ തലയിൽ കൈവച്ച് ഊതുക. അതേപോലെ തന്നെ ഈ പറയാൻ പോകുന്ന വളരെ മഹത്വമുള്ള ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മക്കളുടെ തലയിൽ കൈവച്ച് 11 തവണ ചൊല്ലി മന്ത്രിച്ച് ഊതണം. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയി അൽ ഹബീബിൽ ആലിൽ ഖദറിൽ അളീമിൽ ജാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത് 11 തവണ മക്കളുടെ തലയിൽ കൈവച്ച് മന്ത്രിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരും. അവർ അനുസരണയുള്ള, മാതാപിതാക്കളെ അനുസരിക്കുന്ന, നല്ല അച്ചടക്കമുള്ള നല്ല മക്കളായി മാറും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.